സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. വുമൺ പോലീസ് കോൺസ്റ്റബിൾ എന്ന തസ്തികയിലേക്കായിട്ട് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ നാളെ പരീക്ഷയുള്ളവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന. പ്രസ്താവനകൾ തന്നിരിക്കുന്നു. KPCCയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം 1921 ഒറ്റപ്പാലത്ത് നടന്നു. 1928 പയ്യന്നൂരിൽ ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമ്മേളനം കേരള സംസ്ഥാന രൂപീകരണത്തിനായി പ്രമേയം പാസാക്കി. 1945 ഏപ്രിലിൽ K. കേളപ്പന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ വെച്ച് ഐക്യ കേരള സമ്മേളനം ചേർന്ന് ഐക്യ കേരളം എന്ന പ്രമേയം പാസാക്കി. 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി നാട്ടുരാജ്യങ്ങൾ സംയോജിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപപ്പെട്ടു. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ശരിയായ പ്രസ്താവന ഏത് എന്നതാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം ശരിയാണ്. 1ഉം 4ഉം ശരിയാണ്. KPCCയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം 1921 എവിടെയാണ് നടന്നത്? ഒറ്റപ്പാലത്ത് നടന്നു. ശരിയാണ്. 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി നാട്ടുരാജ്യങ്ങൾ സംയോജിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപപ്പെട്ടു. 1949 ജൂലൈ 1. അടുത്ത ചോദ്യം, 1857 കലാപവുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? കലാപവുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന. 1. 1857 കലാപവുമായി ബന്ധപ്പെട്ട തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. 1857 കലാപത്തിന് ഗോളിയോറിൽ നേതൃത്വം കൊടുത്തത് താന്തിയ തോപ്പിയും റാണി ലക്ഷ്മിബായിയുമായിരുന്നു. 1857 കലാപ സമയത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആയിരുന്നു. 1857 കലാപത്തിന്റെ തുടക്കം മീററ്റിൽ ആയിരുന്നു. 1857 കലാപവുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 1, യോജിക്കാത്ത പ്രസ്താവന. 1857 കലാപവുമായി ബന്ധപ്പെട്ട ഇൻ മെമ്മോറിയം എന്ന പെയിന്റിംഗ് വരച്ചത് ജോസഫ് നോയൽ പാറ്റൺ ആണ്. 1857 കലാപത്തിന് ഗോളിയോറിൽ നേതൃത്വം കൊടുത്തത് താന്തിയ തോപ്പിയും റാണി ലക്ഷ്മിബായിയുമായിരുന്നു. ശരിയാണ്. 1857 കലാപ സമയത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആയിരുന്നു. ശരിയാണ്. 1857 കലാപത്തിന്റെ തുടക്കം എവിടെയായിരുന്നു? മീററ്റിലായിരുന്നു. ശരിയാണ്. അടുത്ത ചോദ്യം, ശരിയായ ജോഡി കണ്ടെത്താൻ. ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. എ. സ്വാതി തിരുനാൾ, ശുചീന്ദ്രം കൈമുക്ക് നിരോധനം. സ്വാതി തിരുനാൾ. ഗൗരി പാർവതിബായി നിർബന്ധിത പ്രാഥമിക വിദ്യാഭ്യാസം. ഗൗരി ലക്ഷ്മിബായി അടിമത്ത നിരോധനം. സേതു ലക്ഷ്മിബായി മരുമക്കത്തായ നിരോധനം. ഒന്നുകൂടി നോക്കാം. സ്വാതി തിരുനാൾ, ശുചീന്ദ്രൻ കൈമുക്ക് നിരോധനം, ഗൗരി പാർവതിബായി നിർബന്ധിത പ്രാഥമിക വിദ്യാഭ്യാസം, ഗൗരി ലക്ഷ്മിബായി അടിമത്ത നിരോധനം, സേതു ലക്ഷ്മിബായി മരുമക്കത്തായ നിരോധനം. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 1. 1942 ജൂലൈ 14 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസാക്കിയ വാർത്താ പ്രഖ്യാപനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിലേക്ക് നയിച്ചത്. ക്രിപ്സ് ദൗത്യത്തിന്റെ പരാജയത്തെ തുടർന്നാണ് ഈ പ്രക്ഷോഭം ആരംഭിച്ചത്. മുസ്ലിം ലീഗ് സജീവമായി ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഈ പ്രക്ഷോഭത്തിലാണ് നൽകിയത്.
ശരിയായിട്ടുള്ളത് ഏതാണ് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 1, 2, 4. 1, 2, 4. 1942 ജൂലൈ 14 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസാക്കിയ വാർത്താ പ്രഖ്യാപനമാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് നയിച്ചത്. ശരിയാണ്. ക്രിപ്സ് ദൗത്യത്തിന്റെ പരാജയത്തെ തുടർന്നാണ് ഈ പ്രക്ഷോഭം ആരംഭിച്ചത്. ശരിയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി പ്രക്ഷോഭത്തിലാണ് നൽകിയത്. ശരിയാണ്. മുസ്ലിം ലീഗ് സജീവമായിട്ട് പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന. രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ജെയിംസ് രണ്ടാമനാണ്. മഹത്തായ വിപ്ലവത്തിന്റെ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ട്യൂഡർ രാജവംശമായിരുന്നു. 1215 ചാൾസ് ഒന്നാമൻ റണ്ണിമീഡിൽ വെച്ച് മഗ്ന കാർട്ട ഒപ്പുവെച്ചു. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അരങ്ങേറിയത് 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായിട്ട് യോജിക്കാത്ത പ്രസ്താവനയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. സി. 2, 4 എന്നിവയാണ് മഹത്തായ വിപ്ലവവുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന. അടുത്ത ചോദ്യം. ശരിയായവ കണ്ടെത്തുക. ശരിയായവ തന്നിരിക്കുന്നു. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഹേഗ് നെതർലാൻഡ്സ്, UN സർവകലാശാല ടോക്കിയോ, യുനെസ്കോ ജനീവ, ലോകാരോഗ്യ സംഘടന പാരീസ്. ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞത്. ശരിയായവ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2 എന്നിവ ശരിയാണ്. 1, 2. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം വരുന്നത് ഹേഗ് ആണ്, നെതർലാൻഡ്സ്. UN സർവകലാശാല ടോക്കിയോ. ഇത് രണ്ടും ശരിയാണ്. യുനെസ്കോ എവിടെയാണ്? പാരീസ് ആണ്. യുനെസ്കോ പാരീസ്. അതുപോലെ ലോകാരോഗ്യ സംഘടന എവിടെയാണ്? ജനീവയാണ്. ജനീവ. അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നു. ഉത്തരാർദ്ധഗോളത്തിലെ ദൈർഘ്യമേറിയ പകൽ ജൂൺ 21 ആണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ ദൈർഘ്യമേറിയ പകൽ ഡിസംബർ 22 ആണ്. ഉത്തരാർദ്ധഗോളത്തിലെ ദൈർഘ്യമേറിയ രാത്രി ഡിസംബർ 22 ആണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ ദൈർഘ്യമേറിയ രാത്രി ജൂൺ 21 ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. 1, 2, 3, 4 എന്നിവ ശരിയാണ്. ഉത്തരാർദ്ധഗോളത്തിലെ ദൈർഘ്യമേറിയ പകൽ ജൂൺ 21 ശരിയാണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ ദൈർഘ്യമേറിയ പകൽ ഡിസംബർ 22 ശരിയാണ്. ഉത്തരാർദ്ധഗോളത്തിലെ ദൈർഘ്യമേറിയ രാത്രി ഡിസംബർ 22. ദക്ഷിണാർദ്ധഗോളത്തിലെ ദൈർഘ്യമേറിയ രാത്രി ജൂൺ 21. അടുത്ത ചോദ്യം. ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി തന്നിരിക്കുന്നു. സിറോക്കോ സഹാറ, ഫെൻ ആൽപ്സ്, ചിനൂക്ക് റോക്കീസ്, മിസ്ട്രാൽ ഓസ്ട്രേലിയ. ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 1, 2, 3 എന്നിവ ശരിയാണ്. 1, 2, 3 എന്നിവ ശരിയാണ്. സിറോക്കോ സഹാറ, ഫെൻ ആൽപ്സ്, ചിനൂക്ക് റോക്കീസ്. മിസ്ട്രാൽ ഓസ്ട്രേലിയ തന്നിരിക്കുന്നു. തെറ്റാണ്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിന്റെ തെക്കൻ ചെരുവിൽ വീശുന്ന ശീതക്കാറ്റാണ് മിസ്ട്രൽ. മിസ്ട്രലിന്റെ സ്വാധീനം ഫ്രാൻസിലും വളരെ ശക്തമാണ്. മിസ്ട്രൽ ആൽപ്സ് ആണ് വരുന്നത്. അടുത്ത ചോദ്യം. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുക. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി. 3 മിസോറം,
ത്രിപുര, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ. ഉത്തരായന രേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മിസോറാം, ത്രിപുര, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധാതു സമ്പത്തിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ളത് കർണാടകയിലാണ്. മൈക്ക ഏറ്റവും കൂടുതൽ ലഭ്യമായത് ആന്ധ്രാപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ മാർബിൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ എണ്ണക്കിണർ ആസാമിലെ ദിഗ്ബോയിലാണ്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 2, 4. 2, 4 എന്നിവയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. മൈക്ക ഏറ്റവും കൂടുതൽ ലഭ്യമായത് ആന്ധ്രാപ്രദേശിലാണ്. ശരിയാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ എണ്ണക്കിണർ എവിടെയാണ്? ആസാമിലെ ദിഗ്ബോയിലാണ്. ശരിയാണ്. ഇവിടെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ളത് കർണാടകയിലാണ് എന്ന്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഒറീസയാണ്. ഒറീസ. ഏറ്റവും കൂടുതൽ മാർബിൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ വനങ്ങളെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിലെ വനങ്ങളെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നിരിക്കുന്നു. ചന്ദനക്കാടുകൾ ധാരാളമായുള്ളത് ഇടുക്കി ജില്ലയിലെ മറയൂരിലാണ്. കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് സൈലന്റ് വാലി മേഖലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് നിലമ്പൂർ. കേരളത്തിലെ കണ്ടൽ വിസ്തൃതി കൂടുതലുള്ള ജില്ല ആലപ്പുഴയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 1, 2 എന്നിവ ശരിയാണ്. 1, 2 1, 2 എന്നിവ ശരിയാണ്. ചന്ദനക്കാടുകൾ ധാരാളമായുള്ളത് ഇടുക്കി ജില്ലയിലെ മറയൂരിലാണ്. ശരിയാണ്. കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് സൈലന്റ് വാലി മേഖലയിലാണ്. ശരിയാണ്. ഇവിടെ തന്നിരിക്കുന്നു കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് നിലമ്പൂർ എന്ന്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ്. കോന്നി. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നി. കേരളത്തിലെ കണ്ടൽ വിസ്തൃതി കൂടുതലുള്ള ജില്ല ആലപ്പുഴ എന്ന് തന്നിരിക്കുന്നു. ഉത്തരം വരുന്നത് കണ്ണൂരാണ്. കണ്ണൂർ. അടുത്ത ചോദ്യം, ശരിയായ ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നു കാഞ്ചൻജംഗ പശ്ചിമ ബംഗാൾ, നന്ദാദേവി ഉത്തരാഖണ്ഡ്, ദൊഡ്ഡബെട്ട തമിഴ്നാട്, പരസ്നാഥ് മധ്യപ്രദേശിൽ. ശരിയായിട്ടുള്ള ജോഡി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. എ 2, 3. 2, 3. നന്ദാദേവി സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ശരിയാണ്. ദൊഡ്ഡബെട്ട തമിഴ്നാടാണ്. ശരിയാണ്. കാഞ്ചൻജംഗ എവിടെയാണ്? കാഞ്ചൻജംഗ സിക്കിമിലാണ്. കാഞ്ചൻജംഗ സിക്കിം. പരസ്നാഥോ? പരസ്നാഥ് ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡ്. അടുത്ത ചോദ്യം, സാങ്കേതിക വിദ്യയുടെ പുരോഗതി കാരണം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പ്രധാന വക്രം വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. സാങ്കേതിക വിദ്യയുടെ പുരോഗതി കാരണം പ്രധാന വക്രം വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. സീമാന്ത ഉപയുക്തത നെഗറ്റീവ് ആകുമ്പോൾ മൊത്തം ഉപയുക്തത ഓപ്ഷൻ സി ആണ് കുറയുന്നു. സീമാന്ത ഉപയുക്തത നെഗറ്റീവ് ആകുമ്പോൾ മൊത്തം ഉപയുക്തത കുറയുന്നു. വരുമാനം 0 ഓട്ടോണമസ് ഉപഭോഗ ചെലവ്. വരുമാനം 0 ഓട്ടോണമസ് ഉപഭോഗ ചെലവ് ഓപ്ഷൻ എ ആണ് ഉത്തരം. പോസിറ്റീവ് ആണ്. പോസിറ്റീവ്. അടുത്ത ചോദ്യം, സാമൂഹിക പശ്ചാത്തല സൗകര്യത്തിന് ഉദാഹരണം. സാമൂഹിക പശ്ചാത്തല സൗകര്യത്തിന് ഉദാഹരണം ഓപ്ഷൻ സി ആണ് വിദ്യാലയങ്ങൾ. ഓപ്ഷൻ സി വിദ്യാലയങ്ങൾ. താഴെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യൻ ഓഹരി വിപണിയുടെ അളവുകോൽ. ഇന്ത്യൻ ഓഹരി വിപണിയുടെ അളവുകോൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം. സെൻസെക്സ് ആണ്. ഇന്ത്യൻ ഓഹരി വിപണിയുടെ അളവുകോൽ സെൻസെക്സ്. ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിരത റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിരത റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്
ഓപ്ഷൻ ബി ആണ്, റിസർവ് ബാങ്ക് ആണ്. ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിരത റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് റിസർവ് ബാങ്ക്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതയിൽ പെടാത്തത് ഏത്? ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതയിൽ പെടാത്തത് തന്നിരിക്കുന്നു. ശ്രേണീപരമായ സംഘടനം, വൈദഗ്ധ്യം, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം, രാഷ്ട്രീയ ചായ്വ്. സവിശേഷതകളിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്, രാഷ്ട്രീയ ചായ്വ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ചരക്കു സേവന നികുതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ചരക്കു സേവന നികുതി GSTയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 2017 ജൂലൈ 1 നിലവിൽ വന്നു. GST സമിതിയുടെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST പരിധിയിൽ വരുന്നില്ല. ആഡംബര നികുതി GSTയിൽ ലയിപ്പിച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3, 4 എന്നിവ ശരിയാണ്. 1, 3, 4 എന്നിവ ശരിയാണ്. 2017 ജൂലൈ 1 നിലവിൽ വന്നു. ശരിയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST പരിധിയിൽ വരുന്നില്ല. ശരിയാണ്. ആഡംബര നികുതി GSTയിൽ ലയിപ്പിച്ചു. ശരിയാണ്. GST കൗൺസിലിന്റെ ചെയർമാൻ നിർമ്മല സീതാരാമനാണ്, ഫിനാൻസ് മിനിസ്റ്റർ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 1950 ജനുവരി 25 നിലവിൽ വന്നു. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജ്കുമാറാണ്. ഇലക്ഷൻ കമ്മീഷനെ പ്രതിപാദിക്കുന്ന വകുപ്പ്, ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 326. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നീക്കം ചെയ്യാൻ ഉപരാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ് ഉത്തരം. 3, 4 എന്നിവ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1950 ജനുവരി 25 നിലവിൽ വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇപ്പോൾ രാജീവ് കുമാറാണ്. അടുത്ത ചോദ്യം, 1976 42ാം ഭേദഗതിയിലൂടെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വിഷയങ്ങൾ ഏവ? 1976 42ാം ഭേദഗതിയിലൂടെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വിഷയങ്ങൾ. ഇവിടെ തന്നിരിക്കുന്നു വിദ്യാഭ്യാസം, വനം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, പോലീസ് എന്നിവയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 1, 2, 3. 1, 2, 3. വിദ്യാഭ്യാസം, വനം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം എന്നിവയാണ് സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് 1976 42ാം ഭേദഗതിയിലൂടെ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഇന്ത്യൻ രാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇന്ത്യൻ മുഖ്യ ന്യായാധിപനാണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഡോക്ടർ സക്കീർ ഹുസൈൻ ഇംപീച്ച്മെന്റിന് വിധേയനായ രാഷ്ട്രപതിയായിരുന്നു. രാഷ്ട്രപതി ലോകസഭാംഗമാണ്. ദ്രൗപദി മുർമു 2022 ജൂലൈ 25 അധികാരത്തിൽ വന്നു. രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 4 എന്നിവ രാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇന്ത്യൻ മുഖ്യ ന്യായാധിപനാണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ശരിയാണ്. ദ്രൗപദി മുർമു 2022 ജൂലൈ 25 അധികാരത്തിൽ വന്നു. ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായി നിർമ്മിക്കുന്ന നിയമങ്ങൾ അസാധുവാക്കുന്ന വകുപ്പ്, വകുപ്പ് 13. സ്ഥാനപ്പേരുകൾ ഒഴിവാക്കുന്ന വകുപ്പ്, വകുപ്പ് 18. ബാലവേല നിരോധിച്ച വകുപ്പ്, വകുപ്പ് 24. മതസ്ഥാപനങ്ങൾ വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കുന്ന വകുപ്പ്, വകുപ്പ് 27.
ശരിയായിട്ടുള്ള ജോഡികൾ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഉത്തരം ഓപ്ഷൻ എ. ഓപ്ഷൻ എ 1, 2, 4. 1, 2, 4 എന്നിവ ശരിയായിട്ടുള്ള ജോഡികളാണ്. മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായി നിർമ്മിക്കുന്ന നിയമങ്ങൾ അസാധുവാക്കുന്ന വകുപ്പ് വകുപ്പ് 13. സ്ഥാനപ്പേരുകൾ ഒഴിവാക്കുന്ന വകുപ്പ് വകുപ്പ് 18. മതസ്ഥാപനങ്ങൾ വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കുന്ന വകുപ്പ് വകുപ്പ് 27. ബാലവേല നിരോധിച്ച വകുപ്പ് ഏതാണ്? വകുപ്പ് 24 ബാലവേല നിരോധിച്ച വകുപ്പ് വകുപ്പ് 24. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. തെറ്റായ പ്രസ്താവന എന്തുമായിട്ട്? ആമുഖവുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന. ആമുഖത്തിന്റെ അടിസ്ഥാനം ലക്ഷ്യപ്രമേയമാണ്. ബെറുബാമി കേസ് ആമുഖവുമായി ബന്ധപ്പെട്ടതാണ്. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ്. ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 4ാമത്തെ പ്രസ്താവനയാണ്. ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ആമുഖത്തിന്റെ അടിസ്ഥാനം ലക്ഷ്യപ്രമേയമാണ്. ശരിയാണ്. ബെറുബാമി കേസ് ആമുഖവുമായി ബന്ധപ്പെട്ടതാണ്. ശരിയാണ്. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ്. ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധമില്ലാത്ത കമ്മിറ്റി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവുമായിട്ട് ബന്ധമില്ലാത്തത് ഓപ്ഷൻ സി ആണ്. ഷാ കമ്മീഷൻ ആണ്. ഷാ കമ്മീഷൻ. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. പൗരത്വ നിർമ്മാണം പാർലമെന്റിന്റെ അധികാരത്തിൽപ്പെടുന്നു. ഭരണഘടനയുടെ 5 മുതൽ 12 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ ഭാഗം 4 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. രജിസ്ട്രേഷനിലൂടെയുള്ള പൗരത്വം ആർജിക്കുവാൻ 10 വർഷം ഇന്ത്യയിൽ താമസിക്കണം. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓപ്ഷൻ ഡി 1 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. പൗരത്വ നിയമ നിർമ്മാണം പാർലമെന്റിന്റെ അധികാരത്തിൽ പെടുന്നു. ശരിയാണ്. അടുത്ത ചോദ്യം, ഭരണഘടന നിർമ്മാണ സമിതിയിൽ അംഗമല്ലാതിരുന്ന വനിത ആര്? അംഗമല്ലാതിരുന്നത് തന്നിരിക്കുന്നു. ലീല നാഗ്, മാലതി ചൗധരി, സരോജിനി നായിഡു, മീരാബായ്. ഭരണഘടന നിർമ്മാണ സമിതിയിൽ അംഗം അല്ലാതിരുന്നത് ഓപ്ഷൻ ഡി ആണ്. മീരാബായ് ആണ്. മീരാബായ്. ഈ പേരുകളെല്ലാം നോട്ട് ചെയ്ത് വെച്ചോളൂ. ലീല നാഗ്, മാലതി ചൗധരി, സരോജിനി നായിഡു. അടുത്തത്, കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ്? കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 25/5/2015 ആണ്. 25 മെയ് 2015. സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ആവേശമായിരുന്നു അന്നെല്ലാം ഞങ്ങൾക്ക്. അതിരില്ലാത്ത ആനന്ദവും അഭിമാനവുമായിരുന്നു വോട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ. ആരുടെ വാചകമാണിത്? ശ്യാം സരൺ നേഗിയുടെ വാചകങ്ങളാണിത്. സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ആവേശമായിരുന്നു അന്നെല്ലാം ഞങ്ങൾക്ക്. അതിരില്ലാത്ത ആനന്ദവും അഭിമാനവുമായിരുന്നു വോട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ. ആരുടെ വാചകമാണിത്? ശ്യാം സരൺ നേഗിയാണ്. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളുമാണ് ചേരുംപടി ചേർക്കാൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ശ്രീ കെ രാജൻ, ലാൻഡ് റവന്യൂ. അഡ്വക്കേറ്റ് ആന്റണി രാജു, ഗതാഗത വകുപ്പ് മന്ത്രി ഇപ്പോൾ ആരാണ്? ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ആണ്. അടുത്തത് ശ്രീ AK ശശീന്ദ്രൻ. ശ്രീ AK ശശീന്ദ്രൻ, വനം വന്യജീവി. അഡ്വക്കേറ്റ് GR അനിൽ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ്.
മന്ത്രി കെ രാജൻ ലാൻഡ് റവന്യൂ ആണ്. ഗതാഗത വകുപ്പ് KB ഗണേഷ് കുമാറാണ്. ശ്രീ AK ശശീന്ദ്രൻ വനം വന്യജീവി. അഡ്വക്കേറ്റ് GR അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ്. അടുത്ത ചോദ്യം, ജൈവ ഘടികാരം അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? ഗ്രന്ഥി ഓപ്ഷൻ ബി ആണ്, പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥിയാണ് ജൈവ ഘടികാരം അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ, റെറ്റിനോൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം, വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ ആണ് റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ, വിറ്റാമിൻ എ. നീലഗിരി താർ പ്രോജക്റ്റ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. നീലഗിരി താർ പ്രോജക്റ്റ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്. നീലഗിരി താർ പ്രോജക്റ്റ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. MDT മൾട്ടി ഡ്രഗ് തെറാപ്പി നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ലെപ്രോസി അല്ലെങ്കിൽ കുഷ്ഠരോഗത്തിനാണ് MDT നൽകുന്നത്. MDT കുഷ്ഠരോഗം. ലോക ഓസ്റ്റിയോപൊറോസിസ് അസ്ഥിക്ഷയ ദിനം. ലോക ഓസ്റ്റിയോപൊറോസിസ് ദിനം എന്നാണ്? ഓപ്ഷൻ സി ആണ്, ഒക്ടോബർ 20 ആണ്. ലോക ഓസ്റ്റിയോപൊറോസിസ് ദിനം ഒക്ടോബർ 20. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമാണ് അണ്ഡകോശം. ചന്ദ്രനിലെ പാലായന പ്രവേഗം എത്ര? ചന്ദ്രനിലെ പാലായന പ്രവേഗം 2.3 km/s ആണ്. 2.3 km/s ആണ് ചന്ദ്രനിലെ പാലായന പ്രവേഗം. 2.3 km/s. പവറിന്റെ യൂണിറ്റുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരി ഉത്തരം? തന്നിരിക്കുന്ന ജൂൾ/സെക്കൻഡ്, ജൂൾ, കുതിരശക്തി, വാട്ട് എന്നിവയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 1, 3, 4. 1, 3, 4. ജൂൾ/സെക്കൻഡ്, കുതിരശക്തി, വാട്ട്. അടുത്ത ചോദ്യം, ഒരു ക്വിൻ്റലിന് തുല്യമായത് ഏത്? ഒരു ക്വിൻ്റലിന് തുല്യമായത് ഓപ്ഷൻ ബി ആണ്, 100 കിലോഗ്രാം. ഒരു ക്വിൻ്റലിന് തുല്യമായത് 100 കിലോഗ്രാം. ISROയുടെ നിലവിലത്തെ ചെയർമാൻ ആര്? ISROയുടെ നിലവിലത്തെ ചെയർമാൻ ഓപ്ഷൻ ഡി ആണ്, S സോമനാഥ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതിനാണ്? അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലുള്ളത് ഓപ്ഷൻ എ ആണ്, ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ. താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്നത് താഴെ പറയുന്നവയിൽ ഏത് നിയമമാണ്? അവഗാഡ്രോ നിയമമാണ്. താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്നത് അവഗാഡ്രോ നിയമമാണ്. സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണ പ്രക്രിയയിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? സൾഫ്യൂരിക് ആസിഡിന്റെ ഓപ്ഷൻ സി ആണ്, വനേഡിയം പെന്റോക്സൈഡ്. വനേഡിയം പെന്റോക്സൈഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണ പ്രക്രിയയിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് വനേഡിയം പെന്റോക്സൈഡ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിമന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ. സിമന്റ് നിർമ്മാണത്തിന് തന്നിരിക്കുന്നത് നീറ്റുകക്ക, സോഡിയം കാർബണേറ്റ്, കളിമണ്ണ്, ജിപ്സം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 3, 4. നീറ്റുകക്ക, കളിമണ്ണ്, ജിപ്സം. കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി കേരള നടനം എന്ന നാട്യരൂപം ചിട്ടപ്പെടുത്തിയതാര്? കഥകളിയെ അടിസ്ഥാനമാക്കി കേരള നടനം എന്ന നാട്യരൂപം ചിട്ടപ്പെടുത്തിയത് ഗുരു ഗോപിനാഥ് ആണ്. ഗുരു ഗോപിനാഥ്. കഥകളിയെ അടിസ്ഥാനമാക്കി കേരള നടനം എന്ന നാട്യരൂപം ചിട്ടപ്പെടുത്തിയത് ഗുരു ഗോപിനാഥ്. ഏതു മേഖലയിലെ പ്രകടനത്തിനാണ് സുമ സിദ്ധാർത്ഥ് ഷിരൂർ 2022 ദ്രോണാചാര്യ അവാർഡിന് അർഹയായത്? ഓപ്ഷൻ എ ആണ്, പാരാഷൂട്ടിംഗ്. ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് സുമ സിദ്ധാർത്ഥ് ഷിരൂർ
2022 ദ്രോണാചാര്യ അവാർഡിന് അർഹയായത് പാരാഷൂട്ടിംഗ് ആണ്. പാരാഷൂട്ടിംഗ്. ഏകലവ്യൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ. ഏകലവ്യൻ. KM മാത്യൂസ് ആണ്. ഏകലവ്യൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് KM മാത്യൂസ്. നാടിന്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിനായുള്ള സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. നാടിന്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിനുള്ള സ്ഥാപനം സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ഗോൾഡൻ ഗ്ലോബ് റേസ് ഏതിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഡൻ ഗ്ലോബ് റേസ് ഏതിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏകാന്ത വഞ്ചിയോട്ടമാണ്. ഏകാന്ത വഞ്ചിയോട്ടം. ഗോൾഡൻ ഗ്ലോബ് റേസ്. ഇനി വരുന്ന 10 ചോദ്യങ്ങൾ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 51ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 52 ഓപ്ഷൻ സി. 53 ഓപ്ഷൻ എ. 54 ഓപ്ഷൻ ഡി. 55 ഓപ്ഷൻ എ. 56 ഓപ്ഷൻ ഡി. 57 ഓപ്ഷൻ ഡി. 58 ഓപ്ഷൻ ബി. 59 ഓപ്ഷൻ സി. 60 ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ. ഇനി വരുന്നത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് ആൻസർ. ഡോണ്ട് ടോക്ക് വൈൽ ഐ ആം ടീച്ചിങ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. വിൽ യു. ഡോണ്ട് ടോക്ക് വൈൽ ഐ ആം ടീച്ചിങ്. വിൽ യു. Find out the one-word substitution to follow a route which is not straight or direct. Option B ആണ് ഉത്തരം. Meander. Option B. If I had enough money, I dash a flat. I would buy a flat. They dash cricket every Sunday. They play cricket every Sunday. Choose the correctly spelled word. Consequence. Option B. CONSEQUENCE. People belonging to a high social class is called. Option D. Gentry. GENTRY. People belonging to a high social class. If you work by fits and starts, you won't succeed. Find out the meaning. Option B. Unsteadily. One of the students dash missing the class. Is missing the class. Find out the antonym of the word absurd. Absurd antonym sensible. Change into indirect speech. Martha said, I was near to the back door. I was near to the back door. Martha said that she had been near to the back door. ഇനി വരുന്നത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. താഴെ പറയുന്നവയിൽ തൊഴിലിന്റെ മഹത്വം വ്യക്തമാക്കുന്ന പഴഞ്ചൊല്ല് ഏത്? തൊഴിലിന്റെ മഹത്വം. ഓപ്ഷൻ സി ആണ് മൂന്നാമത്തേത്. ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം. ശരിയായ വാക്യം കണ്ടെത്തുക. ശരിയായ വാക്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഫസ്റ്റ്, ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുണ്ട്, എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട്. അലിംഗ ബഹുവചനം അല്ലാത്തത്. അലിംഗ ബഹുവചനം. ഓപ്ഷൻ ബി ആണ് 2. നിലങ്ങൾ.
1000 പ്ലസ് ആണ്ട് ചേർത്തെഴുതിയാൽ ആയിരത്താണ്ട്. മേഘം എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത്. പര്യായം അല്ലാത്തത് കാഞ്ചി. ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പദമേത്? ഓപ്ഷൻ സി ആണ് ചുവപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടു കക്ഷിയിലും ചേരുന്നവൻ എന്നർത്ഥം വരുന്ന ശൈലി. കായംകുളം വാൾ. 800 എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ ബി N+100. ദുഷ്കരം എന്ന പദത്തിന്റെ വിപരീത പദം. ദുഷ്കരം എന്ന പദത്തിന്റെ വിപരീത പദം സുകരം. They have been building the new bridge since 2021. ഈ വാക്യത്തിന്റെ ശരിയായ പരിഭാഷ ഓപ്ഷൻ എ ആണ്. അവർ 2021 തുടങ്ങിയ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നു. 81. ഇനി വരുന്ന 20 ചോദ്യങ്ങൾ പോലീസ് കോൺസ്റ്റബിൾ എന്ന തസ്തികയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. LDC പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർ ഇനി വരുന്ന ചോദ്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തേത്, ഒരാൾ സ്വമേധയാ മദ്യം കഴിച്ച് ലഹരിക്കടിമയായിട്ട് ഒരു കൃത്യം ചെയ്താൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി. സ്വമേധയാ ലഹരിക്കടിമയായി കുറ്റം ചെയ്താൽ വകുപ്പ് 85 പ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കുകയില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ 304A പ്രകാരം കുറ്റകരമായ നരഹത്യ ആകാത്ത തരത്തിൽ അവിവേകമായതോ അല്ലെങ്കിൽ ഉപേക്ഷയോട് കൂടിയതോ ആയ ഒരു പ്രവൃത്തി കൊണ്ട് ഒരാൾ മറ്റൊരാളിൻ്റെ മരണത്തെ സംഭവിപ്പിക്കുന്നു എങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 കൊല്ലം തടവ് ശിക്ഷ. ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ 378 പ്രകാരം മോഷണമാകണമെങ്കിൽ വേണ്ട ആവശ്യ ഘടകങ്ങളിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 1 ഉം 3 ആണ്. 1 ഉം 3. ഒരാൾ ജംഗമ വസ്തുവിനെ ചലിപ്പിക്കുന്നു. ആരുടെ കൈവശമാണോ അത് നേരത്തെ ഇരുന്നത് അയാളുടെ സമ്മതമില്ലാതെയാണ് ഇയാൾ ഇത് എടുത്തത്. മരിച്ചുപോയ ഒരാളിന്റെ വിൽപത്രം നടത്തിക്കുന്ന ആളായ എ ആ സ്വത്തിനെ വിൽപത്ര പ്രകാരമുള്ള വ്യവസ്ഥകളെ അനുസരിക്കാതെ തൻ്റെ സ്വന്തം ഉപയോഗത്തിനു വേണ്ടി കൈവശപ്പെടുത്തുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് എ ചെയ്ത കുറ്റം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കുറ്റകരമായ വിശ്വാസവഞ്ചന. S405. താഴെ പ്രതിപാദിക്കുന്ന ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ഉൾപ്പെടുന്ന കേസുകളിൽ ഏതിനെയാണ് സമ്മൻസ് കേസായിട്ട് കണക്കാക്കുന്നത്? സമ്മൻസ് കേസായിട്ട് കണക്കാക്കുന്നത് തന്നിരിക്കുന്നു. മരണശിൽ, ജീവപര്യന്തം ശിക്ഷ, 3 വർഷം തടവ് ശിക്ഷ, മേൽപ്പറഞ്ഞത് ഒന്നുമല്ല. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മേൽപ്പറഞ്ഞത് ഒന്നുമല്ല. ക്രിമിനൽ നടപടി നിയമസംഹിത പ്രകാരം താഴെ പ്രതിപാദിക്കുന്ന ഏതൊക്കെ അവകാശങ്ങളാണ് നൽകിയിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 എന്നിവയാണ് ഉത്തരം. 1, 2, 3. പോലീസ് ഓഫീസറിന് അറസ്റ്റ് ചെയ്യുവാനുള്ള അവകാശം, മജിസ്ട്രേറ്റിന് അറസ്റ്റ് ചെയ്യുവാനുള്ള അവകാശം, സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യുവാനുള്ള അവകാശം. ക്രിമിനൽ നടപടി നിയമസംഹിത പ്രകാരം താഴെ പ്രതിപാദിക്കുന്ന ഏതൊക്കെ അവകാശങ്ങളാണ് നൽകിയിട്ടുള്ളത്? അടുത്ത ചോദ്യം, വിവാഹം കഴിഞ്ഞ് വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്ത കേസുകളിൽ ക്രിമിനൽ നടപടി നിയമസംഹിത സെക്ഷൻ 174 പറയുന്ന റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കേണ്ടതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 7 വർഷം. 7 വർഷത്തിനുള്ളിൽ. 7 വർഷം. ഇന്ത്യൻ തെളിവു നിയമം സെക്ഷൻ 32 പ്രകാരം മരിച്ചുപോയ വ്യക്തി പ്രസക്ത വസ്തുതയെക്കുറിച്ച് ചെയ്യുന്ന പ്രസ്താവന അപ്രസക്തമാകുന്നത് എപ്പോഴാണ്? അപ്രസക്തമാകുന്നത് പ്രസ്താവന ചെയ്യുന്ന ആളുടെ ധനപരമായ താല്പര്യത്തിന് അനുകൂലമായിരിക്കുന്ന പ്രസ്താവന.
താഴെ പറയുന്നവയിൽ കക്ഷികളല്ലാത്ത ആളുകളുടെ അഭിപ്രായം പ്രസക്തമാക്കുന്നത് എപ്പോഴാണ്? വിദഗ്ധന്റെ അഭിപ്രായം. കേരള പോലീസ് ആക്ട് സെക്ഷൻ 3 പറഞ്ഞിരിക്കുന്ന പോലീസിന്റെ കർത്തവ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് പാരിസ്ഥിതിക സംരക്ഷണം, മനുഷ്യാവകാശ സംരക്ഷണം, രാഷ്ട്ര സുരക്ഷാ സംരക്ഷണം, രാഷ്ട്രത്തിന്റെ അഖണ്ഡതാ സംരക്ഷണം എന്നിവയെല്ലാം പോലീസിന്റെ കർത്തവ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആണ്. കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് ആളുകൾക്കുള്ള അവകാശം പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെഷൻ ഏതാണ്? സെഷൻ 7 ആണ്. സെഷൻ 7. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും കൃത്യനിർവഹണത്തിൽ നിന്നും പ്രത്യക്ഷമായ ഉദ്ദേശത്തോടെ ഭീഷണിപ്പെടുത്തുകയും തടയുകയും ചെയ്താൽ കിട്ടുന്ന പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? ഓപ്ഷൻ സി ആണ് 3 വർഷം. വിവരാവകാശ നിയമപ്രകാരം വിവരം എന്നതിന്റെ നിർവചനത്തിൽ ഉൾപ്പെടാത്തത് ഏത്? വിവരം. ഫയൽ നോട്ടുകൾ. NDPS നിയമം താഴെ പറയുന്ന ആർക്കാണ് ബാധകമായിട്ടുള്ളത്? NDPS നിയമം. ഉത്തരം 1, 2, 3, 4. ഇന്ത്യക്കകത്തുള്ള ഇന്ത്യൻ പൗരന്മാർ, ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ പൗരന്മാർ, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലുള്ള വ്യക്തികൾ, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിമാനങ്ങളിലുള്ള വ്യക്തികൾ. NDPS ആക്ട്. ഒരാൾ ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി ആൾമാറാട്ടം നടത്തുന്നത് വിവരസാങ്കേതിക നിയമം ഏത് വകുപ്പ് പ്രകാരം കുറ്റമാണ്? ഓപ്ഷൻ ബി ആണ് 66D. സ്പെഷ്യൽ കോടതിയുടെ അധികാരമില്ലാതെ ഒരു കുട്ടിയുടെ അഭിമാനത്തിന് കോട്ടം വരുത്തുന്ന വിധത്തിൽ കുട്ടിയുടെ തിരിച്ചറിയൽ വിവരങ്ങൾ മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയാൽ പോക്സോ നിയമപ്രകാരം ശിക്ഷ ലഭിക്കുന്നത് ആർക്കാണ്? ഓപ്ഷൻ ഡി ആണ് മേൽപ്പറഞ്ഞവരെല്ലാം. റിപ്പോർട്ടർ, പ്രസാധകൻ, ഉടമ. കോടതി ഏത് കേസിലാണ് വിവരാവകാശം നിരുപാധികമായ അവകാശമല്ല എന്ന് വിധി പുറപ്പെടുവിച്ചത്? വിവരാവകാശം നിരുപാധികമായ അവകാശമല്ല എന്ന വിധി പുറപ്പെടുവിച്ചത് ഓപ്ഷൻ ബി ആണ് ഇന്ദിര ജെ സിംഗ് വിയസ്, രജിസ്ട്രാർ, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. NDPS നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കൃത്യങ്ങളുടെ സ്വഭാവം. സൂചന കോഗ്നൈസബിൾ, വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്ന, ബെയിലബിൾ, ജാമ്യം ലഭിക്കാവുന്ന. ഓപ്ഷൻ സി ആണ് ഉത്തരം. കോഗ്നൈസബിൾ ആൻഡ് നോൺ ബെയിലബിൾ. പോക്സോ നിയമം പ്രാബല്യത്തിൽ വന്നത്? പോക്സോ നിയമം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നവംബർ 14, 2012. അവസാനത്തെ ചോദ്യം. രഹസ്യാത്മകതയുടെയും സ്വകാര്യതയുടെയും ലംഘനത്തിന് വിവരസാങ്കേതിക നിയമം 72 വകുപ്പ് പ്രകാരം അനുശാസിക്കുന്ന ശിക്ഷ. ഓപ്ഷൻ എ ആണ് 2 വർഷം വരെ തടവ് അല്ലെങ്കിൽ 1,00,000 വരെ പിഴ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.